Hi all, welcome to Naina's Kitchen. ഞാൻ ഇന്നൊരു ചോക്ലേറ്റ് ഡേറ്റ്സിന്റെ ഒരു ഷേക്കാണ് കേട്ടോ കാണിക്കണം. അപ്പോൾ ഇപ്പോൾ റമളാനൊക്കെ ആയ ടൈമിൽ ഇങ്ങനെ ഒരു ഷേക്ക് ഉണ്ടാക്കി കുടിച്ചാൽ ഇതും മതി, വയറ് നിറയാൻ. അപ്പോൾ പിള്ളേർക്ക് നല്ല ഗുണവും ഉണ്ടാവും, ഈ ഈത്തപ്പഴവും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വയറ്റിൽ പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റും ചോക്ലേറ്റ് ബാറൊക്കെ അവോയ്ഡ് ചെയ്യുക. ചോക്ലേറ്റ് ബാർ എപ്പോഴും ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു 6 ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് കുറച്ചു നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുതിർത്തതാണിത്, കുരുവില്ലാതെ. അപ്പോൾ കുരുവോടുകൂടി കുതിർക്കുക, എന്നിട്ട് നമുക്ക് ആ കുരു കളഞ്ഞ് അതിന്റെ മുകളിലത്തെ ഞെട്ടും എടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ ഒരു 6 ഈത്തപ്പഴവും 6 ബദാമും ഒരു 6 നട്ട്സും ഇതുപോലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 4 ഏതെങ്കിലും ബ്രാൻഡ് ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുക്കാം. അപ്പൊ ഞാനിവിടെ ഹൈഡ് ആൻഡ് സീക്ക് എടുത്തേക്കണം, 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ മതി, കാരണം എല്ലാത്തിനും മധുരം ഉണ്ടാവണോണ്ട് ഒരുപാട് വേണ്ട. പിന്നെ നമ്മുടെ സാധാരണ നമ്മൾ ചോക്ലേറ്റ് കുക്കിംഗ് ചോക്ലേറ്റ് കിട്ടുമല്ലോ, അങ്ങനെയുള്ള ചോക്ലേറ്റിന്റെ ബാറിന്റെ ഒരു ക്യൂബാണിത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്താൽ മതി. ഇനി കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ ന്യൂട്ടല്ല ചേർത്താലും മതി. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇതിന്റെ കൂടെ കുറച്ച് ചോക്ലേറ്റ് ഞാൻ വളരെ കുറച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഈ ചോക്ലേറ്റ് ബാർ ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ ഷേക്ക് ഉണ്ടാക്കാതിരിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. പിന്നെ നമുക്കൊരു 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം വേണം. പിന്നെ വേണ്ടത് നമ്മുടെ പാല് വേണം. അപ്പോൾ ഈ പാലിന്റെ അളവ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഈ ഗ്ലാസ്സിലാണ് ഇത് സെറ്റ് ചെയ്യണം. അപ്പൊ ഇതനുസരിച്ചിട്ട് ഇതിലേക്ക് നിറയാനുള്ള ഒരു പാല്. അപ്പൊ ഇത് ഏകദേശം ഒരു ഗ്ലാസ് പാലുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കിട്ടും. മധുരം ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് മധുരം വേണമെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നല്ല തണുത്ത പാലാണ് ഉപയോഗിക്കണം. അതിന് പകരം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ പാലൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ട് ആ കട്ട ഇട്ടിട്ട് വേണമെങ്കിലും അടിക്കാം. ഞാൻ പിള്ളേർക്കൊക്കെ കൊടുക്കണോണ്ട് ഒരുപാട് തണുപ്പിൽ കൊടുക്കണ്ടെന്ന് ഓർത്തിട്ട് നല്ല തണുത്ത പാലാണ് എടുത്തേക്കണത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടയാക്കാം. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെയാ ഷേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ജ്യൂസ് അടിക്കുന്ന ഒരു ബൗളിലേക്ക് നമ്മുടെ ഡേറ്റ്സും നമ്മുടെ ബിസ്ക്കറ്റ്, പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ക്യൂബ്, പഞ്ചസാര, പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച നട്ട്സും ബദാമും. ഇപ്പൊ ബദാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നട്ട്സ് ഇട്ടാൽ മതി. ഇനി നട്ട്സും ബദാമും ഇല്ലെങ്കിൽ കപ്പലണ്ടി ചേർത്താലും പ്രശ്നമില്ല. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത്രയും സംഭവങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് പാൽ ആദ്യം തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് പാലാവുമ്പോൾ നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടൂല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ആ പാലിൽ ഈ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബാക്കിയുള്ള ആവശ്യത്തിനുള്ള പാല്, നമ്മുടെ ഷേക്കിന് നമ്മുടെ ഗ്ലാസ്സിലേക്ക് എത്ര പാല് വേണോ അതിനനുസരിച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനൊപ്പം തന്നെ നമ്മുടെ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എപ്പോഴും ചേർക്കുമ്പോൾ നമ്മുടെ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും മധുരമുള്ള സംഭവങ്ങളാണ്. അപ്പൊ പിന്നെ ഭയങ്കര മധുരം ഇപ്പോൾ കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയാൻ കാരണം. 1 ടേബിൾ സ്പൂൺ മതിയാവോ എന്ന് ചിന്തിക്കേണ്ട, മതിയാവും. അപ്പൊ ഇതാ ഇത്രയും സംഭവങ്ങളുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ജ്യൂസ് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സെർവ് ചെയ്യണ ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ അളവിന് നമ്മൾ സാധാരണ ഒരു ജ്യൂസ് ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് 2 ഗ്ലാസ് ഷേക്ക് കിട്ടും കേട്ടോ. 2 ഗ്ലാസ് ഏകദേശം ഉണ്ടാവും. ഞാൻ ഈ ഗ്ലാസ്സിൽ എടുക്കുന്നതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും. 2 ഗ്ലാസ് ഏകദേശം ഷേക്ക് കിട്ടും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷേക്കാണ്. ഇപ്പൊ ഇത് ഇങ്ങനെ അടിച്ചത് കൊണ്ടാണ് കുറച്ചൊരു കൺസിസ്റ്റൻസി ലൂസ്. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി തിക്കാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലൊന്ന് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ട് അടിച്ചാൽ മതി. അപ്പൊ ഞാൻ നോമ്പൊക്കെ ആയതുകൊണ്ട് ഒരുപാട് തണുപ്പിൽ കുടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയേക്കണത്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് 1 സ്കൂപ്പ് വാനില എസൻസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഇടാത്ത എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇതില് ഡേറ്റ്സും ചോക്ലേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ, നമ്മൾ ഇനി ഇതിന്റെ മുകളിൽ ഇതിൽ ചോക്ലേറ്റ് ഇതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചോക്ലേറ്റിന്റെ ഭയങ്കര അതിപ്രസരായി പോകും. അപ്പൊ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാനില ഐസ്ക്രീം കൊണ്ട് തന്നെ ഗാർണിഷ് ചെയ്യണത്. ഇനിയിപ്പോ നിങ്ങൾ ഭയങ്കര ചോക്ലേറ്റ് ലവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോക്ലേറ്റ് ഐസ്ക്രീം കൊണ്ട് തന്നെ ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഒഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ജ്യൂസാണ്. പിന്നെ ഇതിൽ ബിസ്ക്കറ്റ് ഐസ്ക്രീം ഒഴിച്ച് നമ്മൾ ഈ ഡേറ്റ്സും നട്ട്സും ഒക്കെ ഹെൽത്തിയാണ്. അപ്പൊ പിള്ളേർ ഇത് കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് കുടിച്ചാൽ മതി. ശരിക്കും പൊരിച്ചതൊന്നും ഇല്ലെങ്കിൽ തന്നെ വയറ് നന്നായിട്ട് നിറയും. നല്ല ടേസ്റ്റ് ഉള്ള ജ്യൂസാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.